ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും നമ്മുടെ റോക്കി ബായ് പുറത്തായിരിക്കുകയാണ്. സിജോയാണ് അടികൊണ്ടിരിക്കുന്നത്. അതായത് സിജോനെ തല്ലിയിട്ടാണ് നമ്മുടെ റോക്കി ബായ് പുറത്തായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ ഒരു ഷോയിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ റോക്കി ഭയങ്കരമായിട്ട് അത് മിസ്യൂസ് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ റോക്കിക്ക് കഴിഞ്ഞില്ല. ഫിനാലെയൊക്കെ വരെ എത്തേണ്ട ഒരു പ്ലെയർ ആയിരുന്നു നമുക്ക് പറയാം. ഈ അഗ്രഷനും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു പ്ലെയർ തന്നെയായിരുന്നു അസീർ റോക്കി എന്ന് പറയുന്നത്. പക്ഷെ അഗ്രഷനും ഭയങ്കരമായിട്ട് എന്താ പറയുക ഷോർട്ട് ടെമ്പേർഡ് ആണ് ഭയങ്കരമായിട്ട്. അതാണ് ആളെ ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയാം. ആ ഒരു വിഷയത്തിൽ പറയുവാണെങ്കിൽ സിജോയും ആയിട്ടാണ് രാവിലെ തന്നെ വഴക്കും കാര്യങ്ങളും ഉണ്ടായത്. അത് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് അവർ വഴക്കൂടുന്നത് കണ്ടിരുന്നു. പക്ഷെ ആദ്യമായിട്ട് അപ്സരയായിട്ടാണ് വഴക്കുണ്ടായിരുന്നത്. രാവിലെ അപ്സരയായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളുമായി കിച്ചൺ ടീമിന്റെ പേരിലായിരുന്നു. അതായത് തലേന്നത്തെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് റോക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് നിന്നതിൽ ക്യാപ്റ്റനാണ് സിജോ. അപ്പോൾ പുതിയ ക്യാപ്റ്റനായിട്ട് വന്ന സിജോ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. സിജോ ഇതിൽ ഇടപെട്ടിട്ട് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം റോക്കി ഓൾറെഡി 2 ദിവസം മുൻപ് തന്നെ വേറൊരു വിഷയത്തിൽ, അതായത് തനിക്ക് കിട്ടേണ്ട ഒരു കാര്യം, അതായത് നമ്മുടെ ലാലേട്ടൻ വന്ന ദിവസം കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ സമരം ചെയ്ത വിഷയത്തിലൊക്കെ അത് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സിജോ ആയിട്ട് അന്ന് വഴക്കുണ്ടായിരുന്നു. അത് നമ്മുടെ റോക്കിയുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വന്ന സമയത്ത് അത്രയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം അടി കിട്ടിയ ശേഷവും സിജോ പറയുന്നുണ്ട് എനിക്ക് അവനുമായിട്ടൊരു പ്രശ്നവും ഇല്ല, അവനെ എന്താ പറയുക വിടണ്ട, പുറത്തേക്ക് വിടൊന്നും വേണ്ട, ഇവിടെ തന്നെ നിർത്തണം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് തമ്മിലുണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലാതെ വേറൊരു കാര്യമായിട്ട് ഇത് എടുക്കേണ്ടതില്ല എന്ന് സിജോ പറയുന്നുണ്ട്. സിജോ എന്നിട്ട് കിടന്നുറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു കുറച്ച് സമയം. കാരണം നമ്മുടെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല, ഇതിനായിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് ഒന്നും പറയാത്തത് കൊണ്ട് അസീർ റോക്കിയും അവിടെ കിടന്നങ്ങ് ഉറങ്ങി. അതായത് കൺസെഷൻ റൂമിൽ കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ഇവരെ വിളിച്ചിട്ട്, അതായത് ആദ്യം സിജോനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ച് മെഡിക്കൽ റൂമിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. പല്ല് നല്ല രീതിയിൽ എന്തോ പറ്റിയിട്ടുണ്ട് പല്ലിന്, അതൊക്കെ സിജോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം കുറേ നേരം കിടന്നുറങ്ങിയിട്ട് ഇവരൊക്കെ കുറേ നേരം കിടന്നുറങ്ങി. പ്രേക്ഷകരൊക്കെ ലൈവിൽ ഇങ്ങനെ ബോറടിച്ച് വെയിറ്റ് ചെയ്തിരിക്കും. കുറേ നേരം കഴിഞ്ഞ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഡയറക്റ്റ്ലി ഉള്ളൊരു കാര്യമാണ്, അതല്ലാതെ നമ്മൾ കാണാത്തതൊന്നുമല്ല. അതുപോലെ ഇനി സിജോ പറഞ്ഞാലും ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ എന്താ പറയുക അത്രയും വലിയ രീതിയിൽ ഹിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം ബിഗ് ബോസിനാണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷേ പലരും പറയുന്നുണ്ട് ജാസ്മിന് കൊടുത്ത നീതി ഇവിടെ കൊടുത്തില്ല. പക്ഷെ അതിവിടെ പറ്റത്തില്ല. ഫിസിക്കൽ അസോൾട്ട് ആണ്. അത് നമുക്കിനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അസീർ റോക്കിക്ക് അടിപൊളിയായിട്ട് കളിച്ച് ഫിനാലെ വരെ എത്തി കപ്പും കൊണ്ട് പോകാനുള്ള കഴിവുള്ളൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ നോക്കി കളിച്ചില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കാം.